വീണ്ടും ഒരു പരീക്ഷാ പേപ്പർ ചോർച്ച. 2026 മെയ് 3-ന് നടന്ന നീറ്റ് എക്സാം NTA പൂർണ്ണമായി റദ്ദാക്കുകയും മറുപരീക്ഷയ്ക്ക് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ചോദ്യ പേപ്പറുകൾ ചോർന്നു പോകുന്നത്? അതും അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെ കൂടെ നടത്തുന്ന എക്സാം. GPS ട്രാക്കിംഗ്, ബയോമെട്രിക് പരിശോധന, AI സഹായത്തോടു കൂടിയുള്ള CCTV നിരീക്ഷണം, എക്സാം സെന്ററുകളിലുള്ള സിഗ്നൽ ജാമറുകൾ, വിദ്യാർത്ഥികളിൽ നടത്തുന്ന തീവ്രമായ പരിശോധനകൾ എന്നീ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു നാഷണൽ ഏജൻസി നടത്തുന്ന എക്സാമിന്റെ ചോദ്യ പേപ്പറുകൾ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഏറ്റവും വലിയ പരാജയമല്ലേ? നീറ്റിൽ സമാനമായ ക്രമക്കേടുകൾ 2024-ലും സംഭവിച്ചിട്ടുണ്ട്. അന്ന് സുപ്രീം കോടതി ഇടപെട്ട് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് മറുപരീക്ഷകൾ നടത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഏജൻസിയോടുള്ള വിശ്വസ്തതയാണ് നഷ്ടപ്പെടുത്തുന്നത്. കേവലം മറുപരീക്ഷകൾ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണോ ഇത്? 20 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന വിദ്യാർത്ഥികളുടെ മാനസികമായ സംഘർഷങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവർ സമൂഹത്തിൽ വീണ്ടും നേരിടേണ്ട മാനസികമായ സമ്മർദ്ദങ്ങൾ എത്രയാണ്? ഇനിയും ഇതേ സിസ്റ്റമിൽ തുടരുകയാണെങ്കിൽ വീണ്ടും ക്രമക്കേടുകൾ നടക്കുകയില്ല എന്നതിൽ എന്താണ് ഉറപ്പ്? നമ്മുടെ പഴയകാല സ്കൂൾ മോഡൽ എക്സാമുകളിൽ നിന്നൊക്കെ മാറി നീട്ട് പോലത്തെ എക്സാമുകൾ CBT ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ സാധ്യതാ വഴികളെ കുറിച്ച് സർക്കാർ കൂടുതൽ വിശകലനം നടത്തേണ്ടതുണ്ട്.